ഈ ഡിവോഴ്സ് ഒന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വീടിന് സ്റ്റാറ്റസിന് യോജിക്കുന്ന നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി നിന്റെ വിവാഹം നടത്താൻ. ഞാൻ മീരിൽ നിന്നും ഡിവോഴ്സ് വാങ്ങുന്നത് മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ട് അത്തരം പ്ലാനിംഗ് ഒന്നും വേണ്ട. എന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനം എടുക്കുന്നതും ജീവിക്കുന്നതും ഞാനാണ്. അവിടെ അബിയുടെ ഇത്ര ഐഡിയകളൊന്നും ആവശ്യമില്ല. നീ ദേഷ്യപ്പെടാതെ ആദർശ്, ഞാൻ നിന്റെ ഭാവിയെ കുറിച്ച് ഓർത്ത് പറഞ്ഞതാ. ഇനിയിപ്പോ നിനക്കുടനെ വേറെ വിവാഹം വേണ്ടെങ്കിൽ വേണ്ട. അതേക്കുറിച്ച് ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. എന്താ പോരെ? ആ, അത് മതി. ഏതായാലും നീ മ്യൂച്വൽ ഡിവോഴ്സിന് എങ്ങനെങ്കിലും മീരെ കൊണ്ട് സമ്മതിപ്പിക്കണം. അബി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പരസ്പരം പൊരുത്തപ്പെട്ടു പോവില്ല എന്ന് ബോധ്യമായപ്പോൾ മുതൽ ഞാനും ആഗ്രഹിക്കുന്നത് അത് തന്നെയാ. ഞാനൊരു കാര്യം പറയുന്നതുകൊണ്ട് ആദർശ് എന്നെ തെറ്റിദ്ധരിക്കോ? കാര്യം പറ. ഡിവോഴ്സിന്റെ കാര്യത്തിൽ നീ നമ്മുടെ അമ്മയോടും സുഭദ്രാന്റിയോടും അധികം അഭിപ്രായം ചോദിക്കാൻ നിൽക്കണ്ട. ആ മീര ഓരോന്നൊക്കെ പറഞ്ഞും കാണിച്ചും സുഭദ്രാന്റിയെ വശത്താക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാ